നിങ്ങളെ മക്കള് കരാട്ട കളിക്കട്ടെ, കരാട്ട പഠിക്കട്ടെ ഉഷാറായിട്ട്. നിങ്ങളെ മക്കള് ഈ നാട്ടിലുള്ള ചിത്രകല പഠിക്കട്ടെ. നിങ്ങളെ മക്കൾ എന്തൊക്കെയോ പഠിക്കട്ടെ. നിങ്ങളെ മക്കൾ നിങ്ങൾ നന്നാവാൻ വേണ്ടി വീട്ടിലിട്ട് പോറ്റരുത്. അങ്ങനെ പൂട്ടിയ കുട്ടികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരായിട്ട് നിങ്ങളെ മക്കൾ മാറിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ പിടിച്ചിരുത്തി പോറ്റുന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ. മക്കൾ വീട്ടിൻ്റെ ഉള്ളിൽ അടയിരിക്കേണ്ട കുട്ടികളല്ല, തുറന്നു വിടണം. നിങ്ങൾ നോക്ക്, ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മക്കളെ തല്ലേണ്ടടുത്ത് തല്ലണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, തിരുത്തേണ്ടടുത്ത് തിരുത്തണം. അത് എത്ര വലിയവനായാലും. അതിനൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു കഥയുണ്ട്. കോഴിക്കോട് സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു കഥയുണ്ട്. മൂപ്പര് സൈക്യാട്രിസ്റ്റാണ്, ഭയങ്കര മാനസികമാണ്. നമുക്ക് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അറിയാലോ. അങ്ങനെ ആ വനിതാ സൈക്യാട്രിസ്റ്റ് ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെക്കൻ ഡോക്ടറെ തോണ്ടി. നമ്മളാണെങ്കിൽ അങ്ങ് പറയൂലേ, ഡോക്ടർക്ക് ഇതിൻ്റെ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അതൊരു സൂക്കേടാണ്. പാവം ആ ചെക്കന് ഇങ്ങനെ തൊട്ടുരുമി നിൽക്കുക എന്നുള്ളൊരു സൂക്കേടാണ്. അതുകൊണ്ട് ചെക്കനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഈ പെണ്ണുങ്ങളൊന്നും പറയാത്തതുകൊണ്ട് ചെക്കൻ വിചാരിച്ച് അമ്പമ്പോ സുന്ദരി കുട്ടി ഒന്നും കൂടി അടുത്ത് നിന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു കുറച്ച് ജാസ്തിയാണ് ഈ സൂക്കേട്. ഈ സൂക്കേടിന്റെ പേര് ഫ്രൂട്ടോയിസം എന്നാണ്. ഫ്രൂട്ടോയിസം. ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെ പോയി തോണ്ടുകയും മാന്തുകയും പറ്റി നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ സൂക്കേട് നമ്മൾ മലയാളത്തിൽ വേറെ വാക്കാ പറയുമെങ്കിലും അതിൻ്റെ ശാസ്ത്രീയമായ പേര് മറന്നുകൊണ്ട് ഫ്രൂട്ടോയിസം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഫ്രൂട്ടോയിസമാണ്. അപ്പോൾ ഫ്രൂട്ടോയിസം എന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ വീണ്ടും വിചാരിച്ച് അമ്പമ്പോ ആവേശം മൂത്ത് ചെക്കൻ്റെ കൈ ഡോക്ടറെ മേത്ത് വെച്ച്. അപ്പം പറഞ്ഞു അമ്പോ ഇത് വല്ലാത്ത ഫ്രൂട്ടോയിസമാണ്, ഇത് ഇനി കൗൺസിലിങ്ങിലൂടെ മാറൂല, ഇനി ഗുളിക കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെക്കൻ വിചാരിച്ചിട്ട് ഈ ഡോക്ടർ വീണ്ടും സപ്പോർട്ടാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കൈ ഏടെല്ലോ പരതിയപ്പോൾ ടീച്ചർ കാലുമ്മലുള്ള ചെരുപ്പെടുത്ത ഒറ്റ അടിയും കൊടുത്തപ്പോൾ ഡോക്ടർ കൊടുത്തപ്പോൾ ചെക്കൻ മരണപ്പാച്ചിൽ. അപ്പോൾ അപ്പുറത്തിരുന്ന വയസ്സായവർ പറഞ്ഞ് ഇതാദ്യേ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്കന് ഇങ്ങനത്തെ ഒരു ഗതികേട്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഫ്രൂട്ടോയിസം ഞങ്ങൾക്ക് ഇപ്പം അറിയാനും കീറിപ്പറിച്ച് പോവുകയെന്ന് ആ വയസ്സായ ആൾ പറഞ്ഞപ്പോഴാണ് നമ്മളെ ശാസ്ത്രീയതയൊന്നും എല്ലായിടത്തും ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഫ്രൂട്ടോയിസം സൂക്കേടുണ്ട് അന്നേരം കൊടുത്തോളാൻ അടി. അല്ലാണ്ട് എൻ്റെ സൂക്കേടാ കൗൺസിലിംഗ് ആണെന്ന് ആ സൂക്കേട് മുളയിലേ നുള്ളാൻ കഴിയണം.